ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. മീനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ. 40 സെക്കൻഡായി. പെട്ടെന്ന് കീറരുത്, പേപ്പർ കീറരുത്, പേപ്പർ കീറാതെ എടുക്കുക. ആ അത് കൂട്ടൂല, കീറിയിട്ടുണ്ട്. സമയം എത്രയുണ്ട്? 5 സെക്കൻഡ്. 5 സെക്കൻഡ്. ആ ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ കേരളം സൂപ്പർ ബമ്പറിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങളൊരു നിങ്ങൾ കഥകളൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയിലാണ്. എടപ്പള്ളി അഞ്ചുമന ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ കൈ നിറയെ സമ്മാനം വാങ്ങുവാനായിട്ട് നമ്മളിത് സൂപ്പർ ബമ്പർ ഇവിടെ അഞ്ചുമന ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ മുമ്പേ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു, വന്നപ്പോൾ ഒന്നുകൂടെ പരിചയപ്പെടാം. പേര് പറ. രാധാമണി അമ്മ. വീട് തൊട്ടടുത്ത് തന്നെയാണോ? തൊട്ടടുത്ത് തന്നെയാണ്. അതെ. രാവിലെ എന്നാ കഴിച്ചെന്ന് പറഞ്ഞേ? പുട്ടും പഴം. ഇവിടെ ഇരിപ്പുണ്ട്. ചുമ്മാ പറഞ്ഞ കേട്ടോ. പുട്ടും പഴമാണോ പയറാണോ? പയർ പൊളിക്കും, തകർക്കും അല്ലേ? ഓക്കെ ഓക്കെ. എന്താ ചേച്ചി പേര്? ലേഖ ചേച്ചി. എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യണം. പ്രൈവറ്റ് ഫാമിലിയാണ്. അപ്പം സന്തോഷമായിട്ടിരിക്കുന്നു. കുട്ടികൾ രണ്ടുപേര്. ഓക്കെ. ഏതായാലും ഒരുപാട് സന്തോഷം. ചേട്ടന്റെ പേര്? പ്രസാദ് ചേട്ടൻ. ചേച്ചി? മീര. അപ്പം നിങ്ങൾ എല്ലാവരും സമ്മാനം വാങ്ങാൻ വേണ്ടി തന്നെ വന്നാണോ? സമ്മാനം കിട്ടിയാൽ കൊള്ളാം അല്ലേ? മോള് പാട്ട് പാടുവോ? പാടും. മോള ഒന്ന് പാടിക്കോ, 2 വരി പാടിക്കോ, കേക്കട്ടെ. മീനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ. മീനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ. പുതുകനവായി മഷിയെഴുതി മെഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും കരിവളയേകി കുഞ്ഞിൻ ചുണ്ടിൽ പൊന്നും തേരും തന്നു മാമൂട്ടി. പിച്ച വയ്ക്കാൻ കൂടെ വന്നു കൈനീട്ടി. മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ഇവിടെ ഒരു സുന്ദരിക്കുട്ടി നിൽപ്പുണ്ട്. ഇതെന്താണിത്? ഡാൻസ് ഉണ്ട് ഇന്ന്. ഓക്കെ. ഏത് ഡാൻസ് ചെയ്യുന്നേ? ഫ്യൂഷൻ ഡാൻസ്. ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? ചേച്ചിയുണ്ട്. 2 പേരും കൂടെയാണ് അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾക്ക് അറിയുണ്ടാവും ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് എന്താ സൂപ്പർ ബമ്പർ കളിക്കാനാണ്. കളിച്ചാൽ മാത്രം പോരാ, സമ്മാനം നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ കുറേ നേരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. വേഷം മാറി നിൽക്കുന്നത് എന്താണ് സംഭവം? എന്താണ്? നാടൻപാട്ട്. ഒറ്റയ്ക്കുള്ളോ? ഇല്ല, ഗ്രൂപ്പുണ്ട്. വിളിച്ചു തന്നാലും ഇങ്ങോട്ട്. എന്താണ് പേര്? എൻ്റെ പേര് സാംസൺ. ശശി. അജയ്. ഷെബിൻ. അപ്പോൾ ഏതായാലും നമുക്ക് ഇതൊന്ന് കുഴപ്പിക്കാം, നമുക്ക് അരങ്ങെന്ന് കുഴപ്പിക്കാം. ഏതായാലും നിങ്ങളുടെ ഒരു പാട്ട് വളരെ അത്യാവശ്യമാണ്. നമുക്ക് തറത്തിയാലോ? പൊളിച്ചേക്കാം. ഗംഭീരമാണ്. എത്ര നാളായി? എവിടെയാണ് നിങ്ങൾ? എറണാകുളം ജില്ലയുടെ തെക്കേറ്റമാണ്. എത്ര നാളായി ഈ നാടൻപാട്ട്? ഞങ്ങളൊരു 20 വർഷക്കാലമായി നാടൻപാട്ടുമായിട്ട് നടക്കുന്നത്. എല്ലായിടത്തും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പരിപാടി നടത്തുന്നുണ്ട്. ഏതായാലും അരയൻകാവ് കൂട്ടമാണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. ഏതായാലും ഇവരുടെ ഒരു ഗാനം, ഇവരുടെ ഒരു നാടൻ പാട്ടിന്റെ ശീലുകൾ നമുക്കൊന്ന് ആസ്വദിക്കാം. ഏതായാലും തുടങ്ങാം അല്ലേ? കിനാവു കണ്ടേ പെക്കിനാവ പൊടിയാകിഞ്ചോ. കിനാവു കണ്ടേ പെക്കിനാവ പൊടിയാകിഞ്ചോ. എമ്പാടും പെക്കിനാവ പൊടിയാകിഞ്ചോ. കിനാവു കണ്ടേ
കിനാവ് പൊടിയാകും ജോ എമ്പാടും കിനാവ് പൊടിയാകും ജോ കിനാക്കണ്ടേ കിനാക്കണ്ടേ കിനാവ് കണ്ടേ കിനാക്കണ്ടേ കിനാവ് കണ്ടേ പെക്കിനാവ് പൊടിയാകും ജോ എമ്പാടും പെക്കിനാവ് പൊടിയാകും ജോ കിനാക്കണ്ടേ കിനാവ് കണ്ടേ കിനാവ് കണ്ടേ കിനാവ് പൊടിയാകും ജോ എമ്പാടും കിനാവ് പൊടിയാകും ജോ കാറ്റ് വഞ്ചോ എനിക്ക് പൊടിയാകും ജോ കാറ്റ് വഞ്ചോ എനക്ക് പൊടിയാകും ജോ ആടത്തോ ഈടത്തോ കപ്പക്കിളങ്കോ പൊടിയാകും ജോ എനിക്ക് പൊടിയാകും ജോ കിനാക്കണ്ടേ കിനാവ് കണ്ടേ കിനാവ് കണ്ടേ കിനാവ് പൊടിയാകും ജോ എമ്പാടും കിനാവ് പൊടിയാകും ജോ കിനാക്കണ്ടേ കിനാവ് കണ്ടേ കിനാവ് കണ്ടേ പെക്കിനാവ് പൊടിയാകും ജോ എമ്പാടും പെക്കിനാവ് പൊടിയാകും ജോ കിനാക്കണ്ടേ കിനാവ് കണ്ടേ കിനാവ് കണ്ടേ പെക്കിനാവ് പൊടിയാകും ജോ എമ്പാടും പെക്കിനാവ് പൊടിയാകും ജോ മഴ പെയ്യും ജോ ഇടിയിടിക്കും ജോ മഴ പെയ്യും ജോ ഇടിയിടിക്കും ജോ ആടിക്കല്ല് വീഴും ജോ പൊടിഞ്ഞു വീഴും ജോ ആടിക്കല്ല് വീഴും ജോ പൊടിഞ്ഞു വീഴും ജോ എമ്പാടും പെക്കിനാവ് പൊടിയാകും ജോ കിനാക്കണ്ടേ കിനാവ് കണ്ടേ കിനാവ് കണ്ടേ കിനാവ് പൊടിയാകും ജോ എമ്പാടും കിനാവ് പൊടിയാകും ജോ എമ്പാടും കിനാവ് പൊടിയാകും ജോ എമ്പാടും കിനാവ് പൊടിയാകും ജോ ഗംഭീരമായിട്ടുണ്ട്. നല്ലൊരു കൈയുടെ കൊടുക്കാൻ നമുക്ക് അല്ലേ? അതാണ് കൂട്ടം തെറ്റിയിട്ടില്ല, കൂട്ടം ഗംഭീരമായിട്ടുണ്ട്. എന്താ പേരെന്താ പറയാം? ഷെബിൻ. എന്താ? അനീഷ് ഭായ്. സാംസൺ. ഇവരൊക്കെ ഉണ്ട്. ഇവരുടെ കുറെ വാദ്യോപകരണങ്ങൾ ഇരിപ്പുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. ആകെ അറിയാവുന്നത് ചെണ്ടയാണ്, ചെങ്ങില. ഇതിന്റെ പേരെന്താണ്? പെരുമ്പറ കൊട്ടുക എന്നൊക്കെ പറയുന്നത് അല്ലേ? ഓക്കെ. ഇത് തവിൽ അറിയാം. ഇത് വേറെ സാധനമുണ്ട്, ഒന്ന് കാണിച്ചു ചേട്ടാ. ഇതാണ് ഇതിന്റെ പേരെന്താ? വടിച്ചിലമ്പ്. ഇതെന്താണ് സംഭവം? എന്താണ് ചേട്ടാ ഇത്? വടിച്ചിലമ്പ് എന്ന് പറഞ്ഞാൽ ഇത് കൊടുങ്ങല്ലൂരമ്മയുടെ തിരുനടയിൽ പണ്ടുള്ള കാരണന്മാർ മുടിയാടി കളിച്ചപ്പോൾ, അപ്പൊ ആ സമയങ്ങളിൽ ഓരോ ജാതി സമൂഹത്തിനും അവരുടേതായ ഒരു കൊട്ടുണ്ട്, പാട്ടുണ്ട്, കളികളുണ്ട്. അപ്പൊ ഓരോ സമൂഹത്തിന്റെയും പ്രതീകമായിട്ട് തന്നെയാണ് ഈ വടിച്ചിലമ്പിനെ കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് നാളായല്ലേ ഇത് തുടങ്ങിയിട്ട്? ഇത്രയും പേരാണ് നിങ്ങളുടെ ടീമിൽ? അല്ല, ഞങ്ങൾ 26 പേരുണ്ട്. 26 പേരാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയതിലും ജനങ്ങളെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയിക്കാൻ പറ്റിയതും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ കൂട്ടത്തിന്റെ നാടൻപാട്ടൊക്കെ കേട്ടു. ഇനി നമ്മളെ അടുത്ത പരിപാടിയാണ് മെയിൻ പ്രോഗ്രാം. എന്താണ്? സൂപ്പർ ബമ്പറിലേക്കുള്ള കളി തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ്. ഗെയിമിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി 5 പേരെ നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിടുക്കികളായ 5 പേരെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം മിടുക്കന്മാരും മിടുക്കികളുമായ 5 പേരെ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി. അപ്പൊ ഇവരാണ് 5 പേര്. 1 2 3 4 അല്ല മൊത്തം സീനായല്ലോ. 5 പേരല്ലേ പറഞ്ഞേ? ഇതിപ്പോ 6 പേരുണ്ടല്ലോ. ഇത് ആരുടെയാ? മോടയാണോ? ഓ, എന്താ മോടെ പേര്? ആദ്യം ഇദ്ദേഹത്തെ തന്നെ പരിചയപ്പെടാം. എന്താ പേര്? എനിക്ക് വയ്യ. എന്താ പേര് പറയൂ. അശ്വതി എന്ന് ഇദ്ദേഹത്തിന്റെ പേരോ? മോടെ പേര് അവനിക. എന്താ പേര്? അനഘ. അജ്ന. ജാക്സൺ. ജാക്സന്റെ ആൾക്കാർ എവിടെ ഉള്ളത് മൊത്തം അല്ലേ? അപ്പോൾ ഏതായാലും ഗെയിം കളിക്കാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഏതായാലും നമ്മൾ ഇതിലേക്ക് വരാനായിട്ട് സൂപ്പർ ബമ്പറിലേക്ക് 5 പേരിൽ ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു ചോദ്യമുണ്ട്. ഒരു കുസൃതി ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് നിങ്ങൾ നേരെ സൂപ്പർ ബമ്പർ കളിക്കാനായിട്ട് റെഡിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കട്ടെ? റെഡിയാണോ? 1 വർഷം ഉറപ്പായും ഗ്യാരണ്ടി നൽകുന്ന ഒരു വസ്തുവുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളതാണ്. ഏതാണ് ആ വസ്തു? പെട്ടെന്ന് പറയൂ. ജാക്സൺ എന്താണ്? തീർച്ചയായിട്ടും ശരിയാണ്. ഉത്തരം തീർത്തും ശരിയാണ്. 1 വർഷം ഉറപ്പായും ഗ്യാരണ്ടി നൽകുന്ന വസ്തു ഒന്നുണ്ട്. അത് കലണ്ടറാണ്. എന്താണ് പേരെന്ന് പറഞ്ഞ്?
രജീഷ് ഓക്കെ. അപ്പം സന്തോഷം. അപ്പൊ രതീഷ് ഭായിക്ക് കൈ കൊടുത്തേ. രതീഷ് ഭായിക്ക് എന്ത് ചെയ്യുന്നു? എവിടെയാണ്? കലൂരാണ്. അതിൽ സൂപ്പർ ബമ്പർ അടിക്കാനായിട്ട് ഇതിന്റെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ അറിയോ? ഒന്നും അറിയില്ല. നമുക്ക് ഏതായാലും പറഞ്ഞു തരാം. ഇതിനകത്ത് 2 ബോക്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. സൂപ്പർ ബമ്പർ എന്ന് എഴുതിയിരിക്കുന്ന ഈ 2 ബോക്സുകളുണ്ട്. ഇതിനകത്ത് പണപ്പെട്ടിയുണ്ട്, പണിപ്പെട്ടിയുണ്ട്. ഈ 2 പെട്ടികളും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പണപ്പെട്ടി കിട്ടണമെങ്കിൽ പണപ്പെട്ടിയിൽ നിന്ന് പണി എടുത്തിട്ട് നമുക്ക് ഈ പണപ്പെട്ടി എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഏതായാലും നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ ഗെയിമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ രജീഷ് ചേട്ടൻ കളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? ഓക്കെ. അപ്പം പെയിന്റ് കടയിൽ നിന്ന് ഇന്ന് പണിക്ക് പോവാതെ ഇവിടെ വന്ന് നമ്മുടെ സൂപ്പർ ബമ്പർ അടിക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് 25,000 രൂപ വരെ നമുക്ക് നേടാൻ പറ്റും. ഇവർ തന്നിരിക്കുന്ന നിയമാവലി എന്ന് പറയുന്ന കുറേ നിയമാവലി തന്നിട്ടുണ്ട്. ആ നിയമാവലി ഞാനൊക്കെ പറയട്ടെ. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25,000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പം രജനീഷ് ഇവിടെ കളിക്കാൻ വേണ്ടി റെഡിയാണ്. ആദ്യം നമുക്ക് പണിപ്പെട്ടിയിൽ നിന്ന് പണപ്പെട്ടിയിലേക്ക് ഇറക്കാം. വെൽക്കം. ബാ. അപ്പം ആദ്യത്തെ ഗെയിമിനുള്ള സെലക്ഷൻ അദ്ദേഹം എടുത്തിരിക്കുകയാണ്. ഏത് ഗെയിമാണെന്ന് നോക്കാം. പക്ഷെ ഓഡിയൻസിനും നിങ്ങൾക്ക് സമ്മാനമുണ്ട്. അദ്ദേഹം കളിച്ചു തോൽക്കുകയാണെങ്കിൽ നമ്മളൊരു ചോദ്യം കൂടെ ചോദിക്കും. തീർച്ചയായിട്ടും ഓഡിയൻസിന് കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യത്തെ ഗെയിം എന്താണെന്ന് നോക്കാം. കടലാസ് അഴ. നമ്മുടെ ആദ്യത്തെ ഗെയിം ഞാൻ മുമ്പ് എന്താന്ന് പറഞ്ഞു. എന്തായിരുന്നു? കടലാസ് അഴ. കടലാസ് അഴ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. കടലാസ് അഴ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ കടലാസുകൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ കടലാസുകൾ കൂട്ടി വെച്ചിരിക്കുന്ന കടലാസ് 120 സെക്കൻഡിനുള്ളിൽ 15 പേപ്പറുകൾ ഈ അഴയിൽ കൊണ്ടുപോയി വിരിച്ചിടുക. റെഡിയല്ലേ? എളുപ്പമുള്ള ഗെയിമാണ് അല്ലേ? അപ്പോൾ ചെറിയൊരു പണിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. രജിഷിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് അതിൻ്റെ നിറച്ച് വെള്ളം ഒഴിക്കട്ടെ? റെഡിയല്ലേ? ഒഴിച്ച് പേപ്പർ വേണം കൊണ്ടുപോയി ഓരോന്നായിട്ട് ഇടാൻ. പേപ്പർ കീറരുത്. ഓരോ പേപ്പറായിട്ട് ഇടണം. 120 സെക്കൻഡ് കൊണ്ട് 15 പേപ്പറുകൾ ഇടുകയാണെങ്കിൽ ആദ്യത്തെ ഗെയിമിൽ താങ്കൾ വിന്നറാവും. റെഡിയല്ലേ? 1000 രൂപ സമ്മാനം കിട്ടും. റെഡിയല്ലേ? ആദ്യത്തെ ഗെയിമാ? റെഡി? പിടിച്ചോ. റെഡി. അതെ, ആദ്യത്തെ ഗെയിം തുടങ്ങുകയാണ്. 15 പേപ്പറുകളാണ് ഉണ്ട്. 120 സെക്കൻഡ് കൊണ്ട് 15 പേപ്പർ കീറാതെ ഇടുക. 15 സെക്കൻഡുകൾ കൊണ്ട് 15 പേപ്പറുകൾ 120 സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മൾ ഇടേണ്ടത്. 4 ഒരു ടൈമിൽ ഒരെണ്ണം എടുക്കാവുള്ളൂ. 4 5 ഈ കൂടെ 6 5 പിടിച്ചേ. കൈയടിച്ചേ. 30 സെക്കൻഡ് ആയിരിക്കുകയാണ്. എത്ര പേപ്പറായി? അതെ, മാക്സിമം 40 സെക്കൻഡായി. പെട്ടെന്ന് കീറരുത്. പേപ്പർ കീറാതെ എടുക്കുക. അത് കൂട്ടൂല. കീറിട്ടുണ്ട്. സമയം എത്രയുണ്ട്? 50 സെക്കൻഡ്. അടിയിലുള്ള പേപ്പറൊക്കെ എടുക്കാം. ഓക്കെ, മാക്സിമം എത്ര സെക്കൻഡായി? 60 സെക്കൻഡ്. 120 സെക്കൻഡാണ് നിങ്ങൾക്കുള്ളത്. 15 പേപ്പർ. മാക്സിമം എത്രയാണ്? 70 സെക്കൻഡ് ആയിരിക്കുകയാണ്. 5 പിടിക്കുക. ആദ്യത്തെ ഗെയിമിൽ നിങ്ങൾക്ക് 1000 രൂപയാണ് തരാൻ പോകുന്നത്. താഴെ പോയി. താഴെ കളയാതെ ഇടുക. എത്ര പേപ്പറായി? സമയം ഇനിയുണ്ട്. 90 സെക്കൻഡ് ഉണ്ട്. അവസാനം എണ്ണാം. എത്ര സമയമായി? പേപ്പർ താഴെ പോകണം. കൂട്ടില്ല. 20 സെക്കൻഡ്. 15 പേപ്പറാണ് നിങ്ങളുടെ. പേപ്പർ കീറരുത്.
അഞ്ചു പിടിച്ചോ. രജനീഷാണ് സൂപ്പർ ബമ്പറിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയാ? 10 സെക്കൻഡ്. അവിടെയൊക്കെ സ്ഥലമുണ്ട്. 5 സെക്കൻഡ്. 3, 2, അഞ്ചു പിടിച്ചോ. കഴിഞ്ഞു. കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നോക്കാം. നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21 പേപ്പറാണ് അഴയിലിട്ടത്. ഏതായാലും ആദ്യത്തെ ഗെയിമിൽ പ്രിയപ്പെട്ട രജനീഷ് വിന്നറായിരിക്കുകയാണ്. രജീഷേ, അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുന്നു. 1000 രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് എനിക്കറിയാം. അടുത്ത ഗെയിം കളിക്കുന്നുണ്ടോ? ഏതായാലും ആദ്യത്തെ ഗെയിമിൽ ഉറപ്പായ ഒരു സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ പണപ്പെട്ടിയിൽ നിന്നും പണം തരിക. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും ഉറപ്പായ സമ്മാനം നമ്മൾ എത്രയാണ് ആദ്യത്തെ ഗെയിമിൽ തരാൻ പോകുന്നത്? 1000 രൂപ. ചില്ലറയായിട്ട് വേണോ നോട്ടായിട്ട് വേണോ? എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ 2 500-ന്റെ നോട്ടുകൾ കൊടുക്കാൻ പോവുകയാണ്. ഏതായാലും 1000 രൂപയുടെ ഉറപ്പായ സമ്മാനം രജനീഷ് കൊടുക്കുകയാണ്. നല്ലൊരു കയ്യടി. അപ്പോൾ പ്രിയരെ, നമുക്ക് അടുത്ത ഗെയിമിന് താങ്കൾ റെഡിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് സെലക്ട് ചെയ്യാം. പണിപ്പെട്ടിയിൽ നിന്ന് എന്ത് പണിയാണ് രജനീഷെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ രണ്ടാമത്തെ ഗെയിമിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ഗെയിം രജനീഷ് കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേര് കടിയൻ എന്നാണ്. ഏതായാലും കടിയൻ എന്താണെന്ന് അറിയണ്ടേ? കടിയൻ എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. നമ്മളിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന രജീഷാണ്. രജീഷ് കളിക്കാൻ പോണ കളിയുടെ പേരാണ് കടിയൻ. എന്താണ് കടിയൻ? കടിയന്റെ ഗെയിമിന്റെ ഒരു ഏകദേശം ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഇവിടെ കുറേ ബോൾ കിടപ്പുണ്ടല്ലോ. ഈ ബോൾ എടുത്തിട്ട് ഈ കപ്പിനകത്താക്കിയിട്ട് നേരെ കൊണ്ടുപോയി ഈ ബാസ്കറ്റിലോട്ട് ഇടുക. ചെറിയ പരിപാടിയാണ്. ഏകദേശം നമ്മൾ 100 സെക്കൻഡ് കൊണ്ട് 5 ബോൾ ഇട്ടാൽ മതി. നമുക്ക് ഗെയിം തുടങ്ങാം അല്ലേ? ഗെയിം തുടങ്ങാൻ പോവുകയാണ്. അപ്പം ചെറിയൊരു നിബന്ധന എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കപ്പ് കൈകൊണ്ടല്ല എടുക്കണ്ടേ, പല്ലുകൊണ്ട് കടിച്ചെടുത്തിട്ട് വേണം നേരെ കൊണ്ടുപോയി ബോൾ ഇടാൻ. കുഴപ്പമില്ലല്ലോ. ഏതായാലും നമുക്ക് 2000 രൂപയ്ക്ക് വേണ്ടി കളി തുടങ്ങാൻ പോവുകയാണ്. കടിയൻ ഗെയിമാണ്. കപ്പിനകത്തിരിക്കുന്ന ബോൾ കടിച്ചിട്ട് കൊണ്ടുപോയി അതിൻ്റെ അകത്ത് ഇടുക. ഈ കപ്പ് എടുത്ത് കടിക്കുക, ഇങ്ങനെ എടുത്ത് കടിച്ചു പിടിക്കുക, ഇങ്ങനെ കൊണ്ടുപോയി അങ്ങോട്ട് ഇടുക. അത്രേ ഉള്ളൂ. ഏതായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കൗണ്ട് ഡൗൺ റെഡി അല്ലേ? ഗെയിം സ്റ്റാർട്ട്. കൈയടി. 5 പിടിച്ചോ. രജീഷ് കളിച്ചോണ്ടിരിക്കുകയാണ്. അതെ, 100 സെക്കൻഡിനുള്ളിൽ 5 ബോളാണ് ഇടേണ്ടത്. ഒന്നും വിട്ടിട്ടില്ല. 100 സെക്കൻഡിനുള്ളിൽ 5 ബോൾ കൊണ്ടിടുക. 1, 2 ബോൾ ഇട്ടിരിക്കുകയാണ്. 100 സെക്കൻഡിനുള്ളിൽ 5 ബോൾ ഇടണം. 5 പിടിച്ചോ. തകർക്ക്. ഒന്നുകൂടെ പിടിച്ചോ. കിട്ടി. 5 ബോളാണുള്ളത്. 5 ബോളാണ് നമ്മൾ ഇടുന്നത്. 15 സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ. 15 സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ. ഓക്കെ, 10 സെക്കൻഡ് പിടിച്ചോ. 5 സെക്കൻഡിനുള്ളിൽ റെഡി. 3 സെക്കൻഡ് കൂടെ ഉണ്ട്. 2. അയ്യപ്പ പോയി. ഏതായാലും സാരമില്ല. 1000 രൂപ രജിസ്റ്ററിനുള്ളത് തന്നെയാണ് അല്ലേ? 1000 രൂപ ഉള്ളത് തന്നെയാണ്. ഏതായാലും സങ്കടമൊന്നുമില്ലല്ലോ. നിരാശനില്ല. ഉച്ച കഴിഞ്ഞ് ജോലിക്ക് പോയാലും കുഴപ്പമില്ല. 1000 രൂപയ്ക്കുള്ള പണി പണിതു, അത് മതി. ഏതായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് പ്രേക്ഷകർ ഇവിടെ കുറെ പേര് വന്ന് കാത്തിരിപ്പുണ്ട്. ഏതായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഈ ഗെയിം തുടരാനായിട്ട്? നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. 50 സെക്കൻഡ് കൊണ്ട് 3 ബോൾ ഇട്ടാൽ മതി. നിങ്ങളെ കാത്തിരിക്കുന്ന അനവധി സമ്മാനങ്ങളാണ് സൂപ്പർ ബമ്പറിൽ. ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? യെസ്, ഗംഭീരമായിട്ടുണ്ടല്ലേ? പേരെന്താണ്? അതുൽ ഇവിടുത്തെ നാട്ടിലെ താരമാണ് അല്ലേ? സുഹൃത്തുക്കളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതിന് നല്ലൊരു കൈയടി. യെസ്. അപ്പൊ എന്ത് ചെയ്യുന്നു അതില്? എന്തിനാ പഠിക്കുന്നത്? +1 അല്ലേ? ഏതാണ് ഗ്രൂപ്പ്? ബയോമാക്സ് ആണ്. ഏതായാലും നമുക്ക് 50 സെക്കൻഡിനുള്ളിൽ 3 ബോൾ ആടേണ്ടത്. അതിലിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. റെഡിയല്ലേ അതിലെ? ഏതായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കൗണ്ട് ഡൗൺ റെഡി, സ്റ്റാർട്ട്. 5 പിടിച്ചോ. അടിപൊളി. ഏതായാലും 50 സെക്കൻഡിനുള്ളിൽ 3 ബോള് ചറ പറയുന്നിട്ടാണ്. മാക്സിമം ഇട്ടാണ് 50 സെക്കൻഡിനുള്ളിൽ. 5 പിടിക്കുക. എത്ര സെക്കൻഡായി? 15 സെക്കൻഡ്. അതിമനോഹരമായിട്ട് കളിച്ചു. ഏതായാലും തീർച്ചയായിട്ടും കൂട്ടുകാർക്കൊക്കെ അഭിമാനിക്കാം അല്ലേ? ഏതായാലും അതിന് സൂപ്പർ ബമ്പറിന്റെ അതിമനോഹരങ്ങളായ കുറേ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. ഏതായാലും സമ്മാനങ്ങൾ കൂമ്പാരമാക്കുമ്പോൾ പരിപാടികൾ ഗംഭീരമാക്കും. സമ്മാനം എന്താണ്? സൂപ്പർ ബമ്പറിന്റെ ടീഷർട്ടാണുള്ളത്. ഏതായാലും നമുക്ക് ഈ ടീഷർട്ട് ഇപ്പൊ ഇട്ടാലോ? പിന്നെ നീ തുണിയൊന്നും കാണണ്ട. ഏതായാലും അതിൻ്റെ ഈ ചെറിയ ഗെയിമിന് നമുക്ക് തരാൻ പോണ ഈ വലിയൊരു സമ്മാനം. യെസ്, നീ കൈയടിച്ചേ.
അപ്പം അതിലെ ഒരുപാട് സന്തോഷം, നന്നായിട്ട് പഠിക്കുക, അതിൽ ഒരുപാട് ആശംസകൾ, നന്ദി കേട്ടോ. അടുത്ത കളിയിലേക്ക്, അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്ന 5 കണ്ടസ്റ്റന്റിനെ നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചു. അതിനകത്ത് ഒരാൾ ഔട്ടായി. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വീണ്ടും 3 പേരേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഏറ്റവും വിഷമകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇവിടെ നല്ല വെയിലാണ്. രാവിലെ തൊട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് പേര് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 5ാമത്തെ കണ്ടസ്റ്റന്റ് അനഘ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി ഈ വെയിൽ പുത്തം വൃഷിയായി ആകെ തളർച്ചയായി. അപ്പോൾ ആ കണ്ടസ്റ്റന്റ് ഒന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം വെച്ചാൽ നിൽക്കാൻ പറ്റാത്ത അതുപോലത്തെ വെയിലാണ്. നിങ്ങൾക്കറിയാലോ എറണാകുളത്തെ ഒരു ചൂട് എന്ന് പറയുന്നത് വളരെ കൊടും ഭീകരം തന്നെയാണ്. ഏതായാലും അതിന് പകരം നമ്മൾ ഒരാളെ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. മഞ്ജു ഇവിടെ റെഡി ആയിട്ട്. എന്നാ ഉണ്ട് മഞ്ജു വിശേഷങ്ങളൊക്കെ? സുഖങ്ങളൊക്കെ തന്നെ. എവിടെ വീട്? എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നുണ്ടോ? ജോലിയില്ല. ഹസ്ബൻഡ് അമ്പലത്തിലാണ് ജോലി. ഓക്കെ. സൂപ്പർ ബമ്പർ കളിക്കാനായിട്ട്, സൂപ്പർ ബമ്പർ അടിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും. നമ്മൾ ഒന്നുകൂടെ പരിചയപ്പെടാം. പേര് പറയൂ. അജ്ന. അജ്ന എന്ത് ചെയ്യുന്നു? ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. ഓക്കെ. അതർ ആക്ടിവിറ്റീസ്, ഡാൻസ്, പാട്ട്, കഥകളി, ഓട്ടംതുള്ളൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ? ഇല്ല, ഡാൻസും പാട്ടും. ഓക്കെ. പേരെന്താന്ന് പറഞ്ഞത്? അശ്വതി. പേരെന്തായിരുന്നു? ജാക്സൺ. ജാക്സൺ ഈ ജാക്സൺ അല്ലേ? ഓക്കെ. എന്ത് ചെയ്യുന്നു പറഞ്ഞു ജാക്സൺ? ITI പഠിക്കുന്നു. ഏതായാലും നമുക്ക് ചോദ്യങ്ങൾ തുടങ്ങാറായി. ചെറിയൊരു ചോദ്യമാണ്. പെട്ടെന്ന് ആൻസർ പറയുന്നവർക്ക് ഇതിലേക്ക് എൻട്രി ആവും. ചോദ്യം ചോദിക്കട്ടെ. 3 അമ്മുള്ള മലയാളത്തിൽ ഒരേ ഒരു വാക്കുണ്ട്. 3 അമ്മുള്ള മലയാളത്തിൽ ഒരേ ഒരു വാക്കുണ്ട്. ഏതാണത്? ഉദാഹരണം പറയുകയാണെങ്കിൽ മാമ്പഴം എന്നതിനകത്ത് ഒരമ്മുണ്ട്. അതുപോലെ 3 അമ്മുള്ള മലയാളത്തിൽ ഒരേ ഒരു വാക്കുണ്ട്. ഏതാണ്? തീർച്ചയായിട്ടും ഏതാണ്? ഉറക്കെ പറയൂ. അമ്മൂമ്മ. ഒരു വലിയ കൈയടി. തീർച്ചയായിട്ടും ഉത്തരം തെറ്റാണ്. ഏതാണ്? 3 അമ്മുള്ള മലയാളത്തിൽ ഒരേ ഒരു വാക്ക് അറിയില്ല. 3 അമ്മുള്ള മലയാളത്തിൽ ഒരേ ഒരു വാക്കുണ്ട്. ഏതാണ്? സംരംഭം. തീർച്ചയായിട്ടും ശരിയാണ്. മലയാളത്തിൽ ഒരേ ഒരു വാക്കേ ഉള്ളൂ. 3 അമ്മുള്ള മലയാളത്തിൽ ഒരേ ഒരു വാക്ക് സംരംഭം. പേരെന്താ? അജ്ന. ഏതായാലും അജ്നയാണ് ഇന്ന് കളിക്കാനായിട്ട് വരുന്നത്. ഏതായാലും നമ്മുടെ അജ്നയുടെ അടിപൊളി പാട്ടോടുകൂടി നമുക്ക് കളി തുടങ്ങാം. റെഡി പൊളിച്ചോ. അമൃതമായി അഭയമായി ജനനി നീ എങ്ങുമില്ലേ, ജനയിലും മൃതിയിലും നിഴലായി നീ കൂടിയില്ലേ, മിഴിനീരിൽ തെളിവാനിൽ കനവായി നീ ഒരു പാലാഴി പോൽ നെഞ്ചിൽ നീ. ആസ്വദിച്ചങ്ങ് പാടി അല്ലേ? കണ്ണൊക്കെ അടച്ച് ഒരു രക്ഷയില്ലാതെ നന്നായിട്ടുണ്ട് കേട്ടോ. പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല. ഏതായാലും അജ്നയാണ് നമ്മുടെ അടുത്ത ഗെയിമിലേക്ക് വരാൻ പോകുന്നത്. നമുക്ക് ഗെയിം തുടങ്ങാം. അതിന് മുന്നേ ആയിട്ട് പണിപ്പെട്ടിയും പണപ്പെട്ടിയും ഉണ്ട്. പണിപ്പെട്ടിയിൽ നിന്ന് പണി എന്താണ് കിട്ടുന്നതെന്ന് അനുസരിച്ച് അറിഞ്ഞിട്ട് വേണം നമുക്ക് പണപ്പെട്ടി തുറക്കാൻ. ഏതായാലും തുടങ്ങുമല്ലേ? ഓക്കെ, ഗെറ്റ് റെഡി. ഗെയിം എന്താണിത്? നോക്കുകുത്തി. എന്തായിരിക്കും ഗെയിം? നമുക്കൊന്ന് കളിച്ചു നോക്കാം അല്ലേ? ഏതായാലും നോക്കുകുത്തി ഗെയിം അജിനെ കളിക്കാൻ വേണ്ടി റെഡിയാണ്. കാണാൻ നിങ്ങൾ റെഡി ആയിട്ടിരുന്നോളുക. നോക്കുകുത്തി എന്താണെന്ന് അറിയാവോ? പറഞ്ഞുതരാം. നമ്മുടെ കുറച്ച് സ്റ്റിക്കി നോട്ട് ഇരിപ്പുണ്ട്. ഈ സ്റ്റിക്കി നോട്ട് 120 സെക്കൻഡിനുള്ളിൽ നമ്മുടെ സ്കിന്നിൽ ഒട്ടിക്കുക. അതായത് നമ്മുടെ ഡ്രസ്സിലല്ല, നമ്മുടെ സ്കിന്നിൽ മുഖത്തൊട്ടിക്കാം, കാലിലൊട്ടിക്കാം, കയ്യിലൊട്ടിക്കാം. 120 സെക്കൻഡിനുള്ളിൽ മാക്സിമം നമുക്കിത് ഒട്ടിക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിന്റെ ഒരു നിബന്ധന. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അച്ഛനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിക്കിനോട്ട് മാക്സിമം ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈയെടുത്ത് ഒട്ടി. റെഡി. മാക്സിമം വാച്ചിൽ ഒട്ടിക്കരുത്, സ്കിന്നിൽ മാത്രം ഒട്ടിക്കുക. 120 സെക്കൻഡിൽ 5 എണ്ണത്തിൽ കൂടുതൽ താഴെ പോകരുത്. നിബന്ധനകൾ പലതുമുണ്ട്. 5 എണ്ണത്തിൽ കൂടുതൽ താഴെ പോകരുത്. ഒട്ടിക്കാൻ റെഡിയല്ലേ? ആഞ്ഞു പിടിച്ചോ. പാട്ടിന് പാടുന്നുണ്ടോ? റെഡി. പാടിക്കൂ. മുഖത്തൊക്കെ ഒട്ടിക്കോ. ഉറക്കെ പാടിക്കൂ. അതാണ് കോൺഫിഡൻസ്. നല്ല കാറ്റാണല്ലോ. ആഞ്ഞു പിടിച്ചോ. പേരുതിപ്പോൾ ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനെല്ലാം പോയേ. ആരോമൽ തോണിയിലെന്റെ
കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോമൽ തോന്നിയിലെന്റെ ജീവന്റെ ജീവനിരി സമയമായോ? എല്ലാവരും ഒന്ന് കേട്ടിട്ടേ. ഞാൻ പോയി. നീ പെയ്യരുതിപ്പോൾ ആരോമൽ തോന്നിയിലെന്റെ അതിനെയാണ് രക്ഷയില്ല. 30 സെക്കൻഡുകളിൽ എല്ലാം പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണ് നിറഞ്ഞ അതിലയുടെ പെട്ടെന്ന് മാക്സിമം പെട്ടെന്ന് 20 സെക്കൻഡ് വരെ ഉള്ളൂ. സ്പീഡില്ല നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒട്ടിക്ക്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പോയി. സ്പീഡില് പോലെ സ്പീഡില് മാക്സിമം സ്പീഡില്. ഏതായാലും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. കാറ്റിനൊന്ന് എന്തോ ഒരു വിദ്വേഷമുണ്ട്. കാറ്റിന് മാത്രമല്ല എന്റെ സ്കിന്നിന് തന്നെ എന്താ പ്രശ്നമുണ്ടല്ലേ? 10 സെക്കൻഡുള്ളിൽ മാക്സിമം ഒട്ടിക്കുക. അജ്നയാണ് നമ്മുടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോക്കു കുത്തി കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതായാലും ഇത് നമുക്ക് അംഗീകരിക്കേണ്ടതാണ്. കാരണം ഫോൺ ഉണ്ടോ കയ്യില്? ഇല്ല. ഓക്കെ, പ്രതികൂല അവസ്ഥയില്ല. ഇതായത് കാറ്റ് നന്നായിട്ടുണ്ടായിരുന്നു, കുട്ടിയുടെ സ്കിന്നിൽ പിടിക്കുന്നില്ല. ഏതായാലും പ്രതികൂലല്ല, അനുകൂലമാണ്. എല്ലാവരും ഭയങ്കര ഇതായിട്ട് നിക്കണല്ലേ. അപ്പൊ ഫുൾ പോസിറ്റീവ് അല്ലേ? ഒരു രക്ഷയില്ല. അജ്ന എന്ത് ചെയ്യുന്ന? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ. ഡിഗ്രി ഏത് കോളേജിലാണ്? ഞാൻ സെന്റ് സേവിയസ് കോളേജ് ആലുവ. അവിടുത്തെ ഒരു താരമാണ് അല്ലേ? അവിടുത്തെ ഞാനിപ്പോ എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ ഇലക്ഷനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആണല്ലേ? ഓക്കെ, അപ്പം ഗെയിം ജയിച്ചില്ലേലും കുഴപ്പമില്ല. ജയിക്കുന്ന തോക്കലൊന്നും അല്ലല്ലോ, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചാൻസ്. ഏതായാലും ജയിക്കലും തോക്കലും ഒന്നും അല്ലെങ്കിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ പറഞ്ഞിരിക്കുന്നുണ്ട്, ഈ കാറ്റ് മൂലം അജ്നെ കളിയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? എടുക്കാം. ചില്ലർ വേണോ? വലിയ നോട്ട് വേണോ? എന്തായാലും നോട്ടായി മതി അല്ലേ? 1000 പിടിച്ചോ. ഏതായാലും ആദ്യത്തെ ഗെയിമിൽ 1000 രൂപയാണ് അജ്ന കേട്ടിരിക്കുന്ന. ആദ്യത്തെ ഗെയിമിന് റെഡി അല്ലേ? 2000 രൂപയ്ക്കുള്ള കളിയാണ് കളിക്കാൻ പോകുന്നത്. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും അടുത്ത ഗെയിം എന്താണെന്ന് അറിയാം. അതിനു മുമ്പ് എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. നമ്മുടെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന അജ്നയാണ്. അജ്ന അടുത്ത ഗെയിമിലേക്ക് പോകാൻ റെഡിയാണെന്നാണ് പറയുന്നത്. 2000 രൂപയ്ക്ക് വേണ്ടിയുള്ള കളിയാണ് നമ്മൾ അടുത്തായി കളിക്കാൻ പോണത്. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ കൂട്ടം ടീം ഇവിടെ വീണ്ടും എത്തിയിട്ടുണ്ട്. കൂട്ടം ടീമിന്റെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ് നമ്മളോട് ചെയ്യാൻ പോണത് അല്ലേ? എന്താണ് നമ്മൾ അടുത്ത് ചെയ്യാൻ? നമ്മള് മലവഴിയാട്ടത്തില് മാണി എന്ന ഒരു ഹാസ്യ കഥാപാത്രമുണ്ട്. അതൊരു എന്താ പറയാ, ഒരു മാസ്ക് വെച്ചിട്ടാണ്, മാസ്ക് വെച്ചുള്ള ഒരു സംഭവമാണ് അല്ലെ? ഒരു വ്യത്യസ്തമായ ഒരു സംഭവമാണ്. നാടൻ പാട്ടിന്റെ തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കഥയാണ് അല്ലേ അവർ അവതരിപ്പിക്കുന്നത്. ഇത് രസകരമായിരിക്കുമെന്ന് കരുതുന്നു. ഏതായാലും അജ്നയാണ് നമ്മളോട് കളിക്കാൻ വേണ്ടി നിൽക്കുന്നത് അടുത്ത ഗെയിമിലേക്ക് പോകാനായിട്ട്. അതിനു മുമ്പ് എല്ലാവർക്കും സന്തോഷിക്കുവാനായിട്ട് നമുക്ക് നല്ലൊരു കലാരൂപം വീട്ടിൽ കാണാം. തുടങ്ങാം. താനിനദാനിന്നം താനേ താനിനദാനിന്നാനേ താനിനദാനിന്നോർ ദാനം താനേ താനിനദാനിന്നാനേ താനിനദാനിന്നം താനേ താനിനദാനിന്നാനേ താനിനദാനിന്നോർ ദാനം താനേ താനിനദാനിന്നാനേ കിഴക്കൂതിവാരം സൂര്യഭഗവാനെ കാത്തുകൊൾകണ്ട ദേവനെ കിഴക്കൂതിവാരം സൂര്യഭഗവാനെ കാത്തുകൊൾകണ്ട ദേവനെ താനിനദാനിന്നം താനേ താനിനദാനിന്നാനേ താനിനദാനിന്നോ ദാനം താനേ താനിനദാനിന്നാനേ മലയിൽ വാഴുന്ന മലവാരത്തമ്മ എങ്ങളെ കാക്കണ ദേവിയേ മലയിൽ വാഴുന്ന മലവാരത്തമ്മ എങ്ങളെ കാക്കണ ദേവിയേ താനിനദാനിന്നം താനേ താനിനദാനിന്നാനേ താനിനദാനിന്നോ ദാനം താനേ താനിനദാനിന്നാനേ മുത്തുമുസലിയാരു മലപ്പുറം നേർച്ച കാണുവാൻ പോകുമ്പോ സുന്ദരിയായൊരു മൊഞ്ചത്തി പെണ്ണ് വഞ്ചിയും ഇങ്ങൊണ്ടിങ്ങിക്കരയ്ക്ക് താനിനദാനിന്നം താനേ താനിനദാനിന്നാനേ താനിനദാനിന്നോ ദാനം താനേ താനിനദാനിന്നാനേ വഞ്ചിയിലുള്ളൊരു പെണ്ണിനെ കണ്ടപ്പോ മൂളക്കം പാട്ടാത് മൂളിയേ മൂളക്കം പാട്ടാതു കേട്ടൊരു നേരോ തട്ടം കൊണ്ടാ മുഖം മൂടിയേ താനിനദാനിന്നം താനേ
താനിന താനിന്നാനേ താനിന താനിന്നം താനം താനേ താനിന താനിന്നാനേ ുള്ളൊരു പൂങ്കരളൻ വയ്യപ്പം കാട്ടാണത് തെറ്റുകളെന്തേലും ചെയ്തോ ഞാന് കുറ്റം പറഞ്ഞോടേ താനിന്നം താനേ താനിന താനിന്നാനേ താനിന താനിന്നോ താനം താനേ താനിന താനിന്നാനേ താനേ തനേ താനിന്നാനേ തനേ താനേ തനേ താനിന്നാനേ മാല പൂമല്ല കേറി പെണ്ണ് നല്ല പൂ പാറിച്ചേ മാല പൂമല്ല കേറി പെണ്ണ് നല്ല പൂ പാറിച്ചേ നല്ല നല്ല പൂ പാറിച്ച് പെണ്ണ് ചേലോടൊരു മാല കോർത്തേ നല്ല നല്ല മാല കോർത്ത് പെണ്ണ് ചേലോട് കഴുത്തിലിട്ടേ നല്ല നല്ല മാല കോർത്ത് പെണ്ണ് ചേലോട് കഴുത്തിലിട്ടേ താനേ തനൈ താനിന്നാനേ അങ്ങനെ താനേ തനൈ താനിന്നാനേ 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 താനേ തനൈ താനിന്നാനേ അങ്ങനെ താനേ തനൈ താനിന്നാനേ. ഇതാണ് നമ്മുടെ മാണി കേട്ടോ. എന്നാ മാണി ഒന്ന് മാസ്ക് ഒന്ന് എടുക്കാവോ? മാണിയെ കാണാൻ വേണ്ടി പലരും ആഗ്രഹിക്കുന്നുണ്ടോ? ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ആ തോർത്തുകൊണ്ടുള്ള നിങ്ങൾ കണ്ടായിരുന്നു. നമ്മൾ എത്ര ഐറ്റം കാണിച്ചു തോർത്തില്? 5 എണ്ണം. ഒരു അതിൽ കൂടുതലുണ്ടോ? ഫസ്റ്റ് വന്ന് നമ്മുടെ എന്തോ ഒരു ആന വന്നു, രണ്ടാമത് മുയൽ വന്നു, പിന്നെ പൂവ്, പിന്നെ ലാസ്റ്റ് ഒരു കുട്ടിയുടെ ആ കുട്ടിയുടെ കുറെ എക്സ്പ്രഷൻസ് കാണിച്ചല്ലേ? ഗംഭീരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും കലാമൂല്യമുള്ള കലകൾ എപ്പോഴും നമ്മൾ ആദരിക്കേണ്ടതാണ്, അംഗീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇവരെ പോലെയുള്ള നാടൻ കലാകാരന്മാർ നമ്മുടെ മൂല്യങ്ങൾ പറ്റിയിട്ടില്ല എന്ന് നമ്മളെ അറിയിച്ചു തരുന്ന ഇങ്ങനെയുള്ള കലാകാരന്മാരെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ചെയ്ത ഈ ഒരു പ്രോഗ്രാമിൽ മാണി എന്നാണല്ലേ പേര്? മുത്തപ്പനാണല്ലേ? ഗംഭീരമാവട്ടെ. ഇനിയും കാണാം. ഇനിയും നമുക്ക് സൂപ്പർ ബമ്പറിൽ വരണം, നമ്മുടെ കൂടെ കൂടണം, ആഘോഷമാക്കണം നമ്മുടെ ബമ്പർ. ഏതായാലും പ്രിയമുള്ളവരെ, ഇവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അടുത്ത ഗെയിമിലേക്ക് പോവാൻ റെഡിയാണ്. അജ്ന റെഡിയാണ്. ഏതായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് കിട്ടി. അടിപൊളിയായിട്ടല്ലേ? വെയില് നല്ല തകർത്തോണ്ടിരിക്കുകയാണ്. സൂര്യഭഗവാന്റെ തേജസ്സല്ലേ, അപ്പൊ നമുക്ക് ക്ഷമിച്ചളയാം. സൂര്യഭഗവാന്റെ തേജസ് എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും ഉണ്ടല്ലോ. അതെ അതെ, ഉണ്ടാവട്ടെ. ഏതായാലും ഗെയിമിലേക്ക് പോണതിന് മുമ്പ് പണിപ്പെട്ടിയിൽ നിന്ന് പണി എന്താണ് അജനയ്ക്ക് കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഏതായാലും തീർച്ചയായിട്ടും എടുക്കാം. അപ്പം ഗെയിം ഇതാണ്. ഒന്ന് കുത്തി പെട്ടിയിൽ. പെട്ടിയിലാണ് നമുക്ക് അടുത്ത ഗെയിം. 2000 രൂപയ്ക്ക് വേണ്ടിയുള്ള കളിയാണ് അജന കളിക്കാൻ പോകുന്നത്. ഏതായാലും അജനയ്ക്കുള്ള ഗെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുത്തി പെട്ടിയിലിടുക. മനസ്സിലായ സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ കുറേ ബോൾ വെച്ചിട്ടുണ്ട്. 100 സെക്കൻഡാണ് നമുക്ക് സമയമുള്ളത്. 100 സെക്കൻഡിനുള്ളിൽ ഇങ്ങനെ ഓരോ ബോൾ എടുത്ത് ഇങ്ങനെ എറിയുക. ഞാൻ എറിഞ്ഞാൽ വീഴുമെന്ന് തോന്നില്ല, അങ്ങനെ ചമ്മണ്ടല്ലേ? ചമ്മണ്ട കാര്യമില്ല. അതുകൊണ്ട് മോൾ എറിഞ്ഞിട്ട് ഓരോ ഇങ്ങനെ എറിഞ്ഞിട്ട് ഇതിങ്ങനെ എറിഞ്ഞ് നേരെ അപ്പുറത്ത് ഓരോ എണ്ണത്തിനകത്തും ചാടിക്കുക. ഏത് കളർ വേണമെന്ന് ചൂസ് ചെയ്യാം കേട്ടോ. സമയം നമുക്ക് 100 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങാം. 4 എണ്ണത്തിനകത്തും ഓരോ ബോൾ ഇടുക. ഗെയിം സ്റ്റാർട്ട്. 1 2 ഒന്നും ചാടിയിട്ടില്ല. 1 ചാടി. വെരി ഗുഡ്. രണ്ടാമത്തെ ചാടി. നമുക്ക് സമയമില്ല. 100 സെക്കൻഡിനുള്ളിൽ ചാടിക്കുക. 100 സെക്കൻഡിനുള്ളിൽ 20 സെക്കൻഡായി. മാക്സിമം റെഡി. ഇല്ല
രണ്ടെണ്ണം കൂടെയാണ് നേടാനുള്ളത്. അതിന് രണ്ടെണ്ണം കൂടെയാണ് നേടാനുള്ളത്. ചാടി 30 സെക്കൻഡ് കൂടെ, 30 സെക്കൻഡ് കൂടെ. റെഡി 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 റെഡി. അപ്പ് 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 അപ്പ്. Yes yes yes. Maximum 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 maximum. 50 സെക്കൻഡ് കൂടെ, 50 സെക്കൻഡ് കൂടെ ഉണ്ട്, 50 സെക്കൻഡ് കൂടെ ഉണ്ട്, 50 സെക്കൻഡ് കൂടെ ഉണ്ട്, 50 സെക്കൻഡ് കൂടെ ഉണ്ട്. മാക്സിമം ആഞ്ഞു പിടിച്ച് കൈയടിച്ച് 50 സെക്കൻഡ് കൂടെയാണ് അജനിക്കുള്ളത്. 50 സെക്കൻഡ് കൂടെ. ഓക്കെ 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 ഓക്കെ. മാക്സിമം 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 മാക്സിമം. ഇല്ല ഇല്ല ഇല്ല. ഒന്നുകൂടെ ഒന്നുകൂടെ ആഞ്ഞു പിടിച്ചോ, ഒന്നുകൂടെ. അർജുന അടുത്ത ഗെയിമിൽ വിജയിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അടുത്ത ഗെയിമിലേക്ക് അർജുന പോകാൻ റെഡിയാണ്. അടുത്ത ഗെയിം എന്താണെന്നും അർജുനയുടെ കൂടുതൽ വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. അതിനു മുന്നേ പൈസ നമ്മൾ തമ്മിൽ കുറച്ച് കടമുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇനി എത്ര രൂപയാണ് അർജുനയ്ക്ക് വരാനുള്ളത്? 1000 രൂപ. 1000 രൂപയുടെ തരാൻ പോവുകയാണ്. ചേഞ്ച് ഉണ്ടോ? മുമ്പത്തെ പൈസ എന്തെങ്കിലും ഉണ്ട് കയ്യിലുണ്ട്? ഓക്കെ. 2000 ചേഞ്ച് ഉണ്ടോ? ഇല്ലല്ലോ. തീർച്ചയായിട്ടും 1000 രൂപ തന്നിട്ടുണ്ട്. വീണ്ടും 1000 രൂപയുടെ അർജുനയ്ക്ക് തേറുണ്ടോ? പിന്നെ ഏതായാലും നമുക്ക് അടുത്ത ഗെയിം എന്താണെന്ന് നോക്കാം. തീർച്ചയായിട്ടും അടുത്ത ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അർജുന നന്നായിട്ട് ക്ഷീണിച്ചെന്ന് തോന്നുന്നു. വെയിലുണ്ട് എങ്കിൽ തന്നെ എനർജി കുറയ്ക്കുന്നില്ല. നമുക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം കണ്ടാലോ? ഓക്കെ, വിളിക്കാം. 2 കുട്ടികളുണ്ട് നമുക്ക് ഇവിടെ ഡാൻസ് പെർഫോം ചെയ്യാനായിട്ട്. ഈ നാട്ടുകാർ കുട്ടികൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ കുട്ടികളെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. ഗംഭീരായിട്ടുണ്ടല്ലോ. പേരെന്താ? പൂജയും ഉണ്ണിയും. ചേച്ചി അനിയത്തിയാണോ? ആര് ചേച്ചി? മോളാണ് ചേച്ചി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th-ലാണ്. മോള് 7th. അമ്മ നല്ല സപ്പോർട്ടാണല്ലേ? അമ്മയുണ്ടല്ലോ ഇവിടെ. അമ്മയുടെ കഴിക്കുന്ന കണ്ടല്ലോ. അമ്മയ്ക്ക് വന്നേ. നമ്മളെല്ലാവരും അമ്മയൊക്കെ വേണം. ടീച്ചറുണ്ട് അവിടെ. എങ്ങനെയുണ്ട്? നന്നായിട്ട് പഠിക്കും പിള്ളേര്? കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. ഇനിയും ഇവരെ പ്രോത്സാഹിപ്പിക്കണം. ഗംഭീരമായിട്ടുണ്ട്. ചേച്ചിയുടെ പേര്? എന്റെ പേര് ജിഷ. അതിലോട് ഒരു കുഴപ്പമില്ല. ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് നല്ല മിടുക്കുകളായിട്ട് പറഞ്ഞു കേട്ടോ. അടുത്ത ഗെയിമിലേക്ക് പോകാനായിട്ട് നമ്മുടെ പ്രിയങ്കരിയായ ആ കുട്ടി ഇവിടെ പോയി. അഞ്ജന എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാനത് പോയോന്ന്. അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം അല്ലേ? അതെ. റെഡിയാണല്ലോ? റെഡി. അപ്പൊ നമുക്ക് പണിപ്പട്ടിയിൽ എന്താണ് പണി വെച്ചിരിക്കാൻ നോക്കാം. റെഡിയല്ലേ? നോക്കാം. പണിപ്പട്ടിയിലെ പണി അജനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. വളയിടൽ. അടുത്ത് നമ്മൾ വളയിടിയില്
ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അതെന്താന്ന് വെച്ചാൽ പറഞ്ഞു തരാം. 80 സെക്കൻഡിനുള്ളിൽ ഇവിടെ ഒരു ചൂണ്ട വെച്ചിട്ടുണ്ട്. ഈ ചൂണ്ടയിൽ നിന്ന് ഇവിടെ കുറേ വള തൂക്കിയിട്ടിരിക്കണം, കണ്ടോ? ചൂണ്ട കൊണ്ട് ഈ ഓരോ വളയും എടുത്ത് ഈ കുപ്പിയുടെ മുകളിൽ ഇടുക. 80 സെക്കൻഡിനുള്ളിൽ ഓരോ കുപ്പിയിലും 2 വള വീതം ഇടണം. ഏതായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ സ്ഥിരം ചടങ്ങുണ്ട്. തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. വളയിടിയിൽ. ഓരോ വളകളായി എടുക്കുകയാണ്. 80 സെക്കൻഡിനുള്ളിൽ ഓരോ കുപ്പിയിലും 2 വളകൾ വീതമാണ് ഉള്ളത്. സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം 10 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 70 സെക്കൻഡ് ആണുള്ളത്. ആഞ്ഞു പിടിച്ചോ, ചാടി പിടിച്ചോ. 60 സെക്കൻഡാണ് ബാക്കിയുള്ളത്. മൊത്തം 80 സെക്കൻഡ്, 60 സെക്കൻഡായി. ഓരോ വളകൾ വീതം എടുക്കുക. പിടിക്കും മക്കളെ. ആണ്ട പോയി, വള പൊട്ടി. അടുത്ത വള. കൈയടിക്ക്. അടുത്ത വള. 50 സെക്കൻഡാണ് ഉള്ളത്. 50 സെക്കൻഡ്, 40 സെക്കൻഡ്, 40 സെക്കൻഡ്, 40 സെക്കൻഡ്, 40 സെക്കൻഡ്, 40 സെക്കൻഡ്, 30 സെക്കൻഡ്, 30 സെക്കൻഡ്, 30 സെക്കൻഡ് ഒരു തരം, 30 സെക്കൻഡ് 2 തരം, 20 സെക്കൻഡ്, 20 സെക്കൻഡ്, 20 സെക്കൻഡ്, 20 സെക്കൻഡ്. ഒന്ന് കയ്യടിച്ചേ. 20 സെക്കൻഡ്. 10 സെക്കൻഡിലേക്ക് കടന്നിരിക്കുകയാണ്. 10 സെക്കൻഡ്, 10 സെക്കൻഡ്. അതിന 10 സെക്കൻഡ്. ഇവിടെ വന്നിട്ട് 5 സെക്കൻഡ്, 5 സെക്കൻഡ്. അജ്ന, ഒരുപാട് സന്തോഷം. അജ്നയാണ് വന്നത്. അജ്നയ്ക്ക് കിട്ടിയിരിക്കുന്നത് 1000 രൂപയാണ് അജ്ന സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. കാരണം ഇത്രയും എനർജിയോട് കൂടി അജ്ന കളിക്കാൻ പറ്റി. കാരണം ഈ ഒരു പവർ. നിങ്ങളുടെ കോളേജിന്റെ പേര് ഒന്നുകൂടെ ഞാൻ ചോദിക്കുകയാണ്. സെന്റ് സേവിയേഴ്സ് കോളേജ് ആലുവ. അപ്പൊ ഏതായാലും നിങ്ങളുടെ കോളേജിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും സൂപ്പർ പവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഉറപ്പായിട്ടും വരും. ഏതായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ. ഈ എനർജി കീപ്പ് ചെയ്യുക. സൂപ്പർ ബമ്പറിന്റെ നല്ലൊരു ടീഷർട്ട് സമ്മാനമായിട്ടുണ്ട്. പ്ലസ് 1000 രൂപ. അത് മറക്കരുത്. പ്ലസ് 1000 രൂപയും ഉണ്ട്. ഗംഭീരം. അജ്നയ്ക്ക് നമുക്ക് ഇവിടെ വിട നൽകാം. ഏതായാലും ഒരുപാട് സന്തോഷം. ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കുട്ടിയെ നമുക്ക് ഇവിടെ കിട്ടി. സമ്മാനങ്ങൾ ഒരുപാടൊന്നും കിട്ടിയില്ലെങ്കിലും കിട്ടിയ സമ്മാനത്തിൽ ഒരുപാട് സന്തോഷമാണ്. അതിന് മോളെ ഒരുപാട് സന്തോഷം. വീണ്ടും കാണാം. ഗുഡ് ബൈ. ഏതായാലും ഇന്നത്തെ ഗെയിമുകളല്ല, കളികൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നാട്ടുകാരെ ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെട്ടു. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നല്ലൊരു അവിടെ നിന്ന് കിട്ടുന്ന സ്നേഹമൊക്കെയാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. ഗെയിമുകൾ ഇവിടെ തീരുന്നില്ല. സമ്മാനങ്ങളുടെ പെരുമഴയുണ്ടാവും. സമ്മാനങ്ങൾ മാത്രമല്ല, പണത്തിന്റെ പെരുമഴ, പ്രേക്ഷകർക്കുള്ള സമ്മാനം എല്ലാമായി അടുത്ത ദിവസം ഞാനുണ്ടാവും. അതുവരേക്കും ഇവിടെ പറഞ്ഞു പിരിയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ.